ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ICT ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കാം. ICT എന്ന് പറയുന്നത് നമുക്കറിയാം, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഈ ICT ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഇൻഡസ്ട്രി ഉണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ICT ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം. ദ ICT ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി ഇസ് എ പ്ലാൻ ഓർ സെറ്റ് ഓഫ് പോളിസീസ്. ഒരു പദ്ധതികൾ എന്നുള്ളത് സെറ്റ് ഓഫ് പോളിസിയാണ്, ഒരു സെറ്റ് പദ്ധതികളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് എ കൺട്രി ഓർ റീജിയൻ അഡോപ്റ്റ്സ് ടു ബിൽഡ്, സ്ട്രെങ്തൻ ആൻഡ് എക്സ്പാൻഡ്. അത് ബിൽഡ് ചെയ്യാനും അത് ശക്തിപ്പെടുത്താനും അത് എക്സ്പാൻഡ് ചെയ്യുന്നതിന് ഇതിന് ഈ ICT ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ സോ ഇറ്റ് ക്യാൻ ഡ്രൈവ് എക്കണോമിക് ഗ്രോത്ത്. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് കിട്ടുന്ന ഉപയോഗം എന്ന് പറയുന്നത് അത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കും. പുതിയ കണ്ടെത്തലുകൾ, അതായത് ICT ഡെവലപ്മെന്റ് വരുമ്പോഴത്തേക്ക് പുതിയ ഇന്നോവേഷൻസ് നടക്കും, സോഷ്യൽ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. നമുക്കിതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. അതെന്ന് പറയുന്നത് ഗവൺമെന്റും ഇൻഡസ്ട്രീസും എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് കേട്ടോ. അതായത് ICT ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി റെഫേഴ്സ് ടു ദ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഗവൺമെന്റ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ടേക്ക്. അത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആണ്. എന്തിനു വേണ്ടിയാണ് ഇവർ ഈ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ICT ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് അത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രീസ് ആൻഡ് സർവീസസ്, അതായത് ICT ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഡസ്ട്രീസ്, സർവീസുകൾ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്സ് എടുക്കുന്നത്. ഓക്കെ, ഇറ്റ് ഫോക്കസസ് ഓൺ മേക്കിംഗ് ICT എ ബാക്ക്ബോൺ ഓഫ് ദ എക്കോണമി ആൻഡ് എ ടൂൾ ഫോർ മോഡേണൈസേഷൻ. അതൊരു മോഡേണൈസേഷൻ പുതിയ ടെക്നോളജികളൊക്കെ അവലംബിച്ചിട്ട് ഒരു രാജ്യത്തിന് ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്കോണമി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ ഒരു ശ്രമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇന്ത്യൻ എക്കോണമി അല്ല, ഏതൊരു എക്കോണമി ആയാലും പൊതുവായിട്ട് പറയുന്നതാണ് കേട്ടോ. അതിന്റെ ബാക്ക് ബോൺ ആക്കി മാറ്റുക, ICT ഒരു എക്കോണമിയുടെ ബാക്ക് ബോൺ ആക്കി മാറ്റുക. അപ്പോഴത്തേക്ക് ഒരുപാട് ഡെവലപ്മെന്റ് ആ രാജ്യത്ത് നടക്കും. ഇനി നമുക്ക് ഇതിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ലക്ഷ്യങ്ങൾ നോക്കാം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രൊമോട്ട് ഇന്നോവേഷൻ ഇൻ ഹാർഡ്വെയർ രംഗത്ത്. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാമല്ലോ. അപ്പം ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ടെലികോം രംഗത്ത് ഡിജിറ്റൽ സർവീസുകളൊക്കെ അതിലൊക്കെ പുതിയ കണ്ടെത്തലുകൾ കൊണ്ടുവരിക, എക്കണോമിക് ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യുക. എങ്ങനെയാണ്? മേക്കിംഗ് ICT ആൻ എൻജിൻ ഓഫ് പ്രൊഡക്ടിവിറ്റി. അതായത് ICT എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ടിവിറ്റി എൻജിനാണ്. കൂടുതൽ ഉൽപാദനക്ഷമത ഏതൊരു രംഗത്തായാലും, ഇൻഡസ്ട്രി ആയാലും ഇവിടെ ആയാലും കൂടുതൽ ഉൽപാദനക്ഷമത കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്പെടുത്തുക. അടുത്തത് എൻഹാൻസ് ഗ്ലോബൽ കോമ്പറ്റീവ്നെസ്. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം എൻഹാൻസ് ചെയ്യുക. അതായത് നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ടിലൊക്കെ മത്സരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു മുതൽക്കൂട്ടാണ് ഈ ICT എന്ന് പറയുന്നത്. ഓഫ് ഡൊമസ്റ്റിക് ICT കമ്പനീസ്, അതായത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ICT കമ്പനികൾ കൊണ്ട് ഈ ഇന്റർനാഷണലി ഒരു കോമ്പറ്റീഷൻ, അതിനുവേണ്ടിയുള്ള ഒരു കോമ്പറ്റീഷൻ വേണ്ടി ആ രാജ്യത്തെ പ്രാപ്തമാക്കി എടുക്കുക. ഇനി ഇതിന്റെ മറ്റു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ജോബ്സ് ഇൻ ഹൈ ടെക് സെക്ടേഴ്സ്. അതായത് ഹൈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള സെക്ടറുകളിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സോഫ്റ്റ്വെയർ ഉണ്ട്, ബയോടെക്നോളജി ആൻഡ് ലൈഫ് സയൻസ്, ഇങ്ങനെയുള്ള, പിന്നെ എയറോസ്പേസ്, ഡിഫൻസ്, നാനോ ടെക്നോളജി, ഇങ്ങനെയുള്ള ഒരുപാട് ഹൈ ടെക്നോളജി ഉപയോഗിക്കുന്ന സെക്ടറുണ്ട്. അവിടെ കുറച്ച് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. അടുത്തെന്ന് പറയുന്നത് എൻകറേജ് ഡിജിറ്റൽ ഇൻക്ലൂഷൻ, സോ പീപ്പിൾ ആൻഡ് ബിസിനസ് ബെനിഫിറ്റ് ഫ്രം ICT. അതായത് ഈ ഡിജിറ്റൽ ഇൻക്ലൂഷൻ കൊണ്ടുവരിക. ഒരു എല്ലാ കാര്യത്തിലും ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു, ഇപ്പം ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന കാര്യത്തിൽ ഏതായാലും ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാൾമെന്റ് വരുമ്പോഴത്തേക്ക് അത് ബെനിഫിറ്റ് ആണ്. അടുത്തത് അട്രാക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ICT ഇൻഡസ്ട്രീസ്. ICT ഇൻഡസ്ട്രീസിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുക മറ്റു രാജ്യങ്ങളിൽ നിന്നും. ഇപ്പം ഉദാഹരണത്തിന് ജപ്പാൻ ഇപ്പോൾ പിന്നെ ഒരുപാട് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം മെട്രോ ആയാലും ഒരുപാട് മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം സുസുക്കി ഇതൊക്കെ ഒരുപാട് 9 ട്രില്യന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്താൻ പോവുകയാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ ഡൊമസ്റ്റിക്കിലും ഫോറിനും ആയിട്ടൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ അട്രാക്ട് ചെയ്യുന്നതും ഇതിന്റെ ഒരു ലക്ഷ്യമാണ്. ഇനി നമുക്ക് ഇതിന്റെ കീ കോമ്പോണൻസ് നോക്കാം. അതായത് ഒന്നാമത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. അത് എക്സ്പാൻഡിങ് ബ്രോഡ്ബാൻഡ്, ഇതൊക്കെ 5G, ഡേറ്റാ സെന്റേഴ്സ്, ക്ലൗഡ് പ്ലാറ്റ്ഫോം, ഇതൊക്കെ ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ ഈ ICTക്ക് ഇത് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരിക. അടുത്തത് ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ്. ഹ്യൂമൻ ക്യാപിറ്റൽ വെച്ചാൽ മനുഷ്യന്റെ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു പിന്നെ ജോലി ചെയ്യാൻ, അതായത് ഒരു സ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഏബിൾ ടു ഡു ജോബ് ആയിട്ടുള്ള ഒരു മനുഷ്യനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ട്രെയിനിങ് സ്കിൽഡ് പ്രൊഫഷണൽസ് ഇൻ കോഡിങ്. സ്കിൽഡ് പ്രൊഫഷണൽസിനെ കോഡിങ്ങിൽ AI നമുക്കറിയാലോ, പിന്നെ സൈബർ സെക്യൂരിറ്റി, ഇതിലൊക്കെ പിന്നെ എന്താണ് സ്കിൽഡ് പ്രൊഫഷണൽസിനെ കൊണ്ടുവരിക. അടുത്ത റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ നടത്തുക. നമുക്കറിയാം, റിസർച്ച് ചെയ്ത് പുതിയ കണ്ടെത്തലുകൾ നടത്തുക. ഫണ്ടിങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ എമർജിംഗ് ടെക്നോളജീസ്. അതായത് ഇതിൽ R&Dയിലൊക്കെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലൊക്കെ ഫണ്ടിങ് നടത്തിക്കൊണ്ട് ഒരുപാട് ടെക്നോളജികൾ കൊണ്ടുവരണം. ഒരുപാട് ടെക്നോളജികൾ എമർജ് ചെയ്യിക്കണം.
അടുത്ത ഇൻഡസ്ട്രി സപ്പോർട്ട് വേണം, അതായത് പ്രൊവൈഡിങ് ടാക്സ് ഇൻസെൻറ്റീവ്സ്. അത് ടാക്സ് ഈ ഇൻഡസ്ട്രീസിനൊക്കെ ടാക്സ് കുറച്ചുകൊണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ടാക്സ് കുറച്ച് ഈടാക്കുന്നത്. സബ്സിഡീസ് കൊടുത്തുകൊണ്ട്, സബ്സിഡീസ് നമുക്കറിയാമല്ലോ, അപ്പം ഗവൺമെന്റ് ആനുകൂല്യങ്ങളാണ്, അപ്പോൾ അത് ഇതിനൊക്കെ സപ്പോർട്ട് കിട്ടുകയാണ്. ആൻഡ് ഇൻക്യുബേറ്റേഴ്സ് ഫോർ ICT സ്റ്റാർട്ടപ്സ്. ഈ ICT സ്റ്റാർട്ടപ്പുകൾക്ക് പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരിക. ഇൻക്യുബേറ്റർ, അത് മുട്ട വിരിയിക്കുന്നതാണ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. അതുപോലെ പുതിയ സ്റ്റാർട്ടപ്പുകൾ നടപ്പിലാക്കിയെടുക്കുന്ന പദ്ധതികൾ, ഇതൊക്കെ അതിന്റെ കീ കമ്പോണൻസ് ആണ്. അടുത്തെന്ന് പറയുന്നത് റെഗുലേഷൻ ആൻഡ് പോളിസി, അതായത് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് എൻഷുറിങ് ഡേറ്റ പ്രൊട്ടക്ഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് വൈറസ് ഒന്നും കയറാതെ ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള അത് ഉറപ്പുവരുത്തണം. സൈബർ സെക്യൂരിറ്റി വേണം ആൻഡ് ഫെയർ കോമ്പറ്റീഷൻ വേണം, ഫെയർ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ വേണം. ഓക്കെ, അടുത്തത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് അതർ സെക്ടേഴ്സ്, അതായത് മറ്റ് സെക്ടറുകളിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഉദാഹരണത്തിന് ഇപ്പം ഒരു പേപ്പറിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ബേസിക് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പം പേപ്പറിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് പകരം ബുക്കിൽ എഴുതി വെക്കുന്നതിന് പകരം കമ്പ്യൂട്ടറിലേക്ക് ആക്കുക, ഒരു ഉദാഹരണം. ഓക്കെ, എൻകറേജിങ് ICT യൂസ് ഇൻ എഡ്യൂക്കേഷനിൽ ICTയുടെ ഉപയോഗം കൊണ്ടുവരിക. നമ്മൾ പ്രൊജക്ടറൊക്കെ വെച്ച് ചില സ്കൂളുകളിലൊക്കെ ഉണ്ട്. പിന്നെ ഹെൽത്ത്, അത് മാത്രമല്ല, എഡ്യൂക്കേഷൻ മാത്രമല്ല, ഹെൽത്തിൽ, ഫൈനാൻസിൽ, ഗവേണൻസിൽ, അത് ഗവൺമെന്റിന്റെ ഭരണ സംവിധാനത്തിൽ ആൻഡ് മാനുഫാക്ചറിംഗിൽ, ഇതിലെല്ലാം ICTയുടെ ഉപയോഗം കൊണ്ടുവരിക. ഇതൊക്കെ അതിന്റെ ഒരു കീ കമ്പോണന്റ് ആണ്. അടുത്തത് ഗ്ലോബൽ ഇന്റഗ്രേഷൻ ആണ്, അതായത് പ്രൊമോട്ടിങ് ICT എക്സ്പോർട്സ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗ്ലോബൽ വാല്യൂ ചെയിൻസ്. ഗ്ലോബൽ വാല്യൂ ചെയിനിൽ ICT എക്സ്പോർട്ട് അതിന്റെ പാർട്ടിസിപ്പേഷനും എന്ത് ചെയ്യണം, അത് പ്രൊമോട്ട് ചെയ്യണം. ഇനി നമുക്ക് ഈ സ്ട്രാറ്റജീസിന്റെ ഉദാഹരണങ്ങൾ നോക്കാം. എക്സാമ്പിൾസ് ഓഫ് സ്ട്രാറ്റജീസ്, അതായത് ഇന്ത്യയിലെ ഉദാഹരണം ഡിജിറ്റൽ ഇന്ത്യ ആൻഡ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളൊക്കെ ഉണ്ട്. ഈ പോളിസീസ് എന്തിനു വേണ്ടിയാണ്? പ്രൊമോട്ട് ICT ഇൻഫ്രാസ്ട്രക്ചർ പ്രൊമോട്ട് ചെയ്യുന്ന പദ്ധതികളാണ്. അത് സോഫ്റ്റ്വെയർ എക്സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൻഡ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള പദ്ധതികളാണ് ഇതൊക്കെ. ഓക്കെ, ചൈനയിലാണെന്നുണ്ടെങ്കിൽ മെയ്ഡ് ഇൻ ചൈന 2025 എന്നുള്ളൊരു പദ്ധതിയുണ്ട്. അത് ഇത് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 5G ആൻഡ് ICT ഹാർഡ്വെയർ ലീഡർഷിപ്പ് ഒക്കെ കൊണ്ടുവരുന്നതിനാണ് ചൈനയിൽ ഇത് കൊണ്ടുവന്നത്. അത് ഇതിന്റെ ഉദാഹരണമാണ്. അടുത്ത യൂറോപ്യൻ യൂണിയനിലാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ സിംഗിൾ മാർക്കറ്റ് സ്ട്രാറ്റജി എന്നൊരു പദ്ധതിയുണ്ട്. അത് ഇന്റഗ്രേറ്റ്സ് ICT അക്രോസ് മെമ്പർ സ്റ്റേറ്റ്സ്, അതായത് അതിൽ മെമ്പർ ആയിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും എന്ത് ചെയ്യുക, ഈ ICT ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ടു ഫോസ്റ്റർ ഇന്നോവേഷൻ ആൻഡ് കോമ്പറ്റീവ്നെസ്, അതായത് പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്, ഈ ഒരു സ്ട്രാറ്റജി കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് ഈ പദ്ധതിയുടെ ഒരു ഔട്ട്കം എന്താണെന്ന് നോക്കാം. ഇതിന്റെ ഫലമായിട്ട് എന്താണ് ഒരു രാജ്യത്ത് നടക്കുന്നത്? ഔട്ട്കംസ് ഓഫ് എ സക്സസ്ഫുൾ ICT ഇൻഡസ്ട്രിയൽ സ്ട്രാറ്റജി. ഇങ്ങനെ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ഹയർ GDP കോൺട്രിബ്യൂഷൻ ഫ്രം ICT സെക്ടറിൽ നിന്ന് GDP കോൺട്രിബ്യൂഷൻ ഹൈ ആയിട്ട് ഉണ്ടാവും. ഇൻക്രീസ്ഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും, അത് വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപിക്കും. എവിടെ? ഇൻ ടെക്നോളജി പാർക്സ് ആൻഡ് IT ഹബ്സ്. ഓക്കെ, ഇവിടെയൊക്കെ വിദേശ രാജ്യങ്ങൾ നിക്ഷേപങ്ങൾ നടത്തും. ഗ്ലോബൽ കോമ്പറ്റീവ്നെസ് ഉണ്ടാവും ഓഫ് ICT ഫേംസ് തമ്മിലുള്ള ഒരു ഗ്ലോബലി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ലിറ്ററസി ഉണ്ടാവും, അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സാക്ഷരത, എല്ലാവർക്കും കമ്പ്യൂട്ടർ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം ഉണ്ടാവും. ജോബ് ക്രിയേഷൻ ഇൻ ഹൈ സ്കിൽഡ് സെക്ടേഴ്സിലൊക്കെ പുതിയ തൊഴിലവസരങ്ങൾ കിട്ടും. ഇതൊക്കെയാണ് ഇതിന്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ICT ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് യൂസിങ് ICT ആസ് എ ഫൗണ്ടേഷൻ ഫോർ എക്കണോമിക് ഗ്രോത്ത്, അതായത് എക്കണോമിക് ഗ്രോത്തിന്റെ ഒരു അടിസ്ഥാനമായിട്ട് ICT ഉപയോഗിക്കുന്നേ ഉള്ളൂ. മാത്രമല്ല ഇന്നോവേഷന് വേണ്ടിയിട്ടും ആൻഡ് കോമ്പറ്റീവ്നെസ് വേണ്ടിയിട്ടും ഒക്കെ ഈ ICT ഉപയോഗിക്കുന്നു. ഓക്കെ, എങ്ങനെയാണ്? ബൈ ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, നേരത്തെ പറഞ്ഞ 5G പോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്തുകൊണ്ട്, സ്കിൽസ് ബിൽഡ് ചെയ്തുകൊണ്ട്, സപ്പോർട്ടീവ് പോളിസികൾ കൊണ്ടുവന്നുകൊണ്ട് ആൻഡ് ഗ്ലോബൽ ലിങ്കേജസ് കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.